ഹായ് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്റ്റിച്ചിങ്ങിന് എന്നും ഓരോരോ പുതിയ ടൂളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പലതരം സ്കെയിലുകൾ. അപ്പോൾ എന്നോട് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഈ സ്കെയിലൊക്കെ വാങ്ങണോ, ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ എന്നൊക്കെ ഉള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പലതരം നമുക്ക് ഡിഫറൻറ്റ് സ്കെയിലുകൾ ഉണ്ട്. ഈ സ്കെയിലുകളുടെയൊക്കെ ഉപയോഗം എന്താണ്, ഇതൊക്കെ എല്ലാ പേരും വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. നമുക്കാദ്യം ഈ ഒരു സ്കെയിലിനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ പേരാണ് സ്ലീവ് കർവ് സ്കെയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് എളുപ്പം കിട്ടുമോ, കറക്റ്റ് ആകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, സ്ലീവും ആം ഹോൾ കർവും കണക്റ്റഡ് ആണ്. അതായത് ഒരു ബോഡിയുടെ ആം ഹോൾ കർവ് വരുന്നത് നമ്മൾ സ്ലീവുമായിട്ട് ചേർന്ന് വരുന്ന ഭാഗമാണ്. അപ്പം ആം ഹോൾ കർവാണ് ഒരു ബോഡിയുടെ, ഒരു ടോപ്പിൻ്റെ ആയാലും ഒരു സാരി ബ്ലൗസിൻ്റെ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ആം ഹോൾ കർവാണ്. അതായത് സ്ലീവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഭാഗം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കർവ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം, എന്താണ് ദോഷം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവേ നമുക്കിപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ? നമുക്ക് എന്താ, പെട്ടെന്ന് ഓടിപ്പോയി കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുക്കുക, ഇട്ട് നോക്കുക, ഓക്കെ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതേസമയം നമ്മളൊരു തുണി എടുക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ തയ്ക്കുന്നു, നമ്മൾ ഇടുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മളൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ട് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അല്ല നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ബോഡി ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സ് തയ്ച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ? ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടാകും ബോഡി ഫിറ്റായിട്ട് ഇടുന്ന ഡ്രസ്സ് ഇടുന്ന ആൾക്കാർക്ക്. അപ്പോൾ അത്തരക്കാർക്ക് ഒരിക്കലും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് ബോഡി ഫിറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ഷേപ്പിൽ തന്നെ നമ്മളുടെ ഡ്രസ്സ് ഇട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്രദമല്ല ഈ ഒരു സ്ലീവ് ആം ഹോൾ കർവ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ലൂസാണ്, നിങ്ങൾക്ക് ആം ഹോൾ കർവിൻ്റെ ഭാഗങ്ങളൊന്നും നമുക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്. ഞാനൊക്കെ ഒത്തിരി ലൂസായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്കങ്ങനെ ബോഡി ഫിറ്റായിട്ട് ഡ്രസ്സ് ഇടണം എന്ന് വലിയ താല്പര്യമുള്ള, ലൂസായിട്ട് കിടക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പം നമുക്കൊക്കെ എന്താ അത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നൊന്നും ഉണ്ടാവില്ല. കുറച്ച് ലൂസ്, ആ ഭാഗത്തൊക്കെ ഇച്ചിരി ലൂസൊക്കെ ആയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ആം ഹോൾ കർവ് ഇത് ഉപയോഗിച്ച് നമുക്ക് വണ്ണം ഉള്ളവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഡബിൾ XL, ട്രിപ്പിൾ XLകാർക്കൊന്നും ഈ ആം ഹോൾ കർവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ടൈറ്റായിട്ട് പോകും. നമ്മൾ ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു കർവാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനത്തെ നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് സ്ലീവ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ ഓരോരോ പോയിൻറ്റ്സുകൾ നമ്മൾ എന്തൊക്കെയാണ് അതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിലാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്ന കാര്യം. ഇത് നമ്മൾ ഓരോരുത്തരുടെ ഇതനുസരിച്ച് മാറ്റി വരയ്ക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 02, ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്നതിൽ ഈ 02 എന്ന് പറയുന്നത് ക്യാപ്പ് ഹൈറ്റാണ്. ഒരു സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് അതൊരു 3.5 ഇഞ്ചാണ്, 3 ഇഞ്ചാണ്, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ 10/1 എന്നൊക്കെ ഈ ക്യാപ്പ് ഹൈറ്റിനെ, ഈ 0 to 2 നമ്മൾ പറയാറുണ്ട്. ഇതാണ് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ഭാഗമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതൊരു ജനറൽ മെഷർമെൻ്റ് അല്ല, ഇത് നമുക്ക് ബോഡിയിൽ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റാണ്. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ് എത്രത്തോളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമോ അത്രയും കറക്റ്റായിരിക്കും നമ്മുടെ സ്ലീവ്. അപ്പോൾ ഈ ക്യാപ്പ് ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്, സ്ലീവിൻ്റെ ക്ലാസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങളതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് 3, 3.5, 4, 4.5 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഒരാളുടെ വണ്ണം വെച്ചിട്ടോ
ഒന്നുമല്ല, അയാളുടെ ചെസ്റ്റ് വെച്ചിട്ട് ഒന്നുമല്ല. ഇപ്പം നല്ല വണ്ണമുള്ള ഒരാൾക്ക് കൈവണ്ണം കുറവാവില്ലേ? എല്ലാവരുടെയും കൈവണ്ണം വലുതാണോ? അല്ല. നല്ല ചെസ്റ്റുള്ള ഒരാളായിരിക്കും, പക്ഷെ അയാളുടെ കൈ കുറച്ച് മെലിഞ്ഞിട്ടായിരിക്കാം. കൈയുടെ ഭാഗമൊക്കെ വരുമ്പോൾ ഇച്ചിരി മെലിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ ചെസ്റ്റ് സൈസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം മെഷർ ചെയ്ത് മാർക്ക് ചെയ്താൽ നമ്മുടെ സ്ലീവ് മൊത്തത്തിൽ തെറ്റിപ്പോകും. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ക്യാപ്പ് ഹൈറ്റിനുണ്ട്. ഈ ഒരു 0 to കറക്റ്റ് ആയാലേ നമ്മളുടെ സ്ലീവിൻ്റെ ബാക്കി എല്ലാം കറക്റ്റ് ആകുള്ളൂ. അപ്പോൾ ഈ ഓരോ പോയിന്റുകൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് ഒരാളെയും ഇപ്പം 40 ചെസ്റ്റുള്ള എല്ലാവർക്കും 0 to ഒരുപോലെ അല്ല, വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് 3.5 വരാം, 4 വരാം, 3 വരാം, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ ഇതിലൊരു കോമൺ ക്യാപ്പ് ഹൈറ്റ് ഇട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു കർവിനൊക്കെ അത് ബാധിക്കും. ഈ ഭാഗമൊക്കെ ലൂസായി പോകാനും ടൈറ്റായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ക്യാപ്പ് ഹൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലീവിന്. അപ്പോൾ ഇതൊരു ജനറൽ ക്യാപ്പ് ഹൈറ്റ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജനറൽ ക്യാപ്പ് ഹൈറ്റ് ആയിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമുക്കൊരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയാൽ ഒരു 60% പേർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിരിക്കും. ബാക്കി 40 പേർക്ക് ഒട്ടുമേ ശരിയാകാതെ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം സഹായങ്ങൾ വെച്ചിട്ട് നമ്മളത് തയ്ക്കുവാണെങ്കിൽ അതും റെഡിമെയ്ഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കുക. സ്ലീവ് വരയ്ക്കുന്നതിന് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. അതല്ലെങ്കിൽ നമുക്ക് ആം ഹോൾ കർവ് യൂസ് ചെയ്ത് വരയ്ക്കുക. അത് വലിയ കുഴപ്പം വരില്ല. പക്ഷേ ഈ ഒരു സ്ലീവ് സ്കെയിൽ ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിന് ഉപയോഗകരമായിട്ടുള്ള ഒരു ടൂളല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പെർഫെക്ഷനെ ബാധിക്കും. അല്ലാണ്ട് നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ബോഡി ഫിറ്റായിട്ട് പെർഫെക്റ്റ് ഒരു ഡ്രസ്സ് തയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോ ഈ ഒരു ടൂള് ഉപയോഗിക്കാതെ ഫ്രീ ഹാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ അല്ലാതെ ഇത് നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. കാര്യം അത് ആ ഒരു മെഷർമെൻറ്റിൽ കൃത്യമായിട്ടൊക്കെ വെച്ച് കൊടുത്ത് ചെയ്യാൻ കഴിയുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതൊരു തുടക്കക്കാരുമൊക്കെ ആണെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിക്കാതെ ഫ്രീ ഹാൻഡായിട്ട് മെഷർമെൻറ്റുകൾ പ്രോപ്പറായിട്ട് എടുത്ത് അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് അങ്ങനെ വരയ്ക്കുമ്പോഴേ നമുക്ക് നമ്മുടെ സ്ലീവും ബോഡിയുമായിട്ട് പെർഫെക്റ്റായിട്ട് ആംകോളിൻ്റെ ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ ലൂസോ ടൈറ്റോ ഒന്നും ആവാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഇങ്ങനെ ഒരു സ്കെയിൽ ഇപ്പോൾ പുതുതായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനൊക്കെ 50 രൂപയ്ക്കകത്തൊക്കെ റേറ്റുള്ള 50-60 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്കെയില് നമുക്ക് സൈഡിൽ ഷേപ്പ് കൊടുക്കാൻ, കുർത്തിയുടെയൊക്കെ സൈഡ് ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മുടെ ചെസ്റ്റ്, ഇത് വെയ്സ്റ്റ്, ഇത് ഹിപ്പ്, ഈ 3ഉം കൂടി ചേർത്ത് നമുക്കൊരു ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു സ്കെയിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെയ്സ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ വരുന്ന ഈ ഭാഗം നമ്മുടെ ആ വെയ്സ്റ്റിൻ്റെ പോയിന്റിൽ കൊണ്ടുവയ്ക്കണം. അല്ലാതെ നിങ്ങൾ ആദ്യം ചെസ്റ്റിൽ വെക്കരുത്, മനസ്സിലായോ? വെയ്സ്റ്റിൽ ഈ ഒരു ആരോ കണ്ടിട്ടുണ്ടോ കൃത്യമായിട്ട് വെയ്സ്റ്റ്, ആ വെയ്സ്റ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെങ്ങനെ വരയ്ക്കാൻ, മനസ്സിലായോ? ഇങ്ങനെ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് ആദ്യം നമ്മൾ ചെസ്റ്റ് മുതൽ വേസ്റ്റ് വരെ ഒന്ന് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്താൽ ഇത് കുറേയൊക്കെ ഉപകാരമാണ്. ആർക്ക്? മെലിഞ്ഞ ആൾക്കാർക്ക്. അതായത് നമ്മൾ ഈ ചെസ്റ്റിൽ നിന്നും ഇങ്ങനെയാണ് ഒരു ഷേപ്പ് വേസ്റ്റിലേക്ക് വരുന്നത്. ഇതൊരു ഫിക്സഡ് വേസ്റ്റ്
ഷേപ്പ് ഹിപ്പ് അനുപാതത്തിൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ജനറൽ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ ചെസ്റ്റ് ഇത്രയാണെങ്കിൽ അയാൾക്ക് വേസ്റ്റ് ഇത്രയായിരിക്കും, ഹിപ്പ് ഇത്രയായിരിക്കും എന്നുള്ള ഒരു ജനറൽ കണക്ക് വെച്ചിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം നമുക്ക് പൊതുവേ നമ്മുടെ ചെസ്റ്റിനെ അപേക്ഷിച്ച് വേസ്റ്റ് കുറവായിരിക്കും, ഹിപ്പ് കൂടുതലായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിനെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ നമുക്ക് വണ്ണമുള്ളവർക്ക് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്കറിയാം ഈ ഒരു വശത്ത് നമുക്ക് ബ്രസ്റ്റ് വരുന്നുണ്ട്. എവിടെയായിട്ടാണ് ബ്രസ്റ്റ് വരുന്നത്? ഇത് നമ്മളുടെ ചെസ്റ്റാണ്, ഇത് നമ്മൾ വേസ്റ്റുമാണ് അല്ലേ, ഇത് ഹിപ്പുമാണ്. അപ്പോൾ ഇതൊരു നോർമൽ ഒരു മെലിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ വരച്ചാൽ ഓക്കെ ആകും. പക്ഷേ നമ്മൾ ഈ ഒരു ഷേപ്പ് എടുക്കുന്ന സമയത്ത് ഞാനത് ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തെ ഷേപ്പ് എടുക്കുക. കാര്യം ഇവിടെ നമ്മുടെ ബ്രസ്റ്റ് വരുന്നൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഷേപ്പ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ പേർക്കും ഒരുപോലെ അല്ല ഷേപ്പ് എടുക്കുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസം എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കർവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പോൾ എല്ലാ പേർക്കും ഇത് ശരിയാവില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ ഈ വശത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് മാറ്റി ചെയ്യും. കുറച്ചുകൂടെ കർവ് കൊടുക്കേണ്ടവർക്ക് കുറച്ചുകൂടെ കർവ് കൊടുക്കും, കുറച്ചുകൂടെ അങ്ങോട്ട് കർവ് കൊടുക്കേണ്ട ഇതിൽ നമ്മൾ അങ്ങോട്ട് കർവ് കൊടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നത് പോലെ അല്ല ഇതൊരു ഫിക്സഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിലും ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ പേർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ നല്ല മെലിഞ്ഞ ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കും. അപ്പം മെലിഞ്ഞവർക്കാണെങ്കിൽ ഇത് കുഴപ്പമില്ല, വാങ്ങിച്ചുപയോഗിക്കുന്നത് കൊണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമ്മളുടെ ഓൺ ഷേപ്പ് എടുത്ത് നമ്മളുടെ ചെസ്റ്റ്, ബ്രസ്റ്റ്, വേസ്റ്റ്, ഹിപ്പൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് നമ്മളത് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഫിറ്റിങ്സ് ഒന്നും ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടില്ല. ഇതൊരു ജനറലി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കൊരു ബോഡി ഫിറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുക. അതല്ല നിങ്ങൾ നല്ല മെലിഞ്ഞ ആളൊക്കെയാണ്, നിങ്ങൾക്കിത് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, അങ്ങനെയുള്ളവർ മാത്രം ഇത് വാങ്ങുക. ഒരിക്കലും വണ്ണമുള്ളവർ ഇത് വാങ്ങാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ. വാങ്ങുന്നവർക്ക് വാങ്ങാം, അങ്ങനെ തീരെ ഉപയോഗം ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ അത്ര ഉപയോഗം ഉണ്ടെന്നും ഒരു അഭിപ്രായം എനിക്കില്ല ഇതിനെക്കുറിച്ച്. ഇനി അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആം ഹോൾ കർവ് എന്ന് പറയുന്ന ഈ ഒരു സ്കെയിലാണ്. ഈ ഒരു കർവ് ഇത് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കാൻ നമുക്ക് ഇത്രയും ഒരു ഉപകാരമുള്ള ഒരു സാധനം വേറെയില്ല, ഒരു ടൂള് വേറെയില്ല. അതുപോലെ നമുക്ക് നെക്കൊക്കെ ചെയ്യാനും ഡിസൈൻ ഇതിന് മൾട്ടി പർപ്പസാണ്. ഈ ഒരു ഉപകരണം എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസാണ്. അപ്പം ഇത് ഉറപ്പായിട്ടും നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവരും പഠിക്കുന്നവരും എല്ലാം ഈ ഒരു കാര്യം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഉപകാരം ഉണ്ടാകും. നമ്മൾ നേരത്തെ കണ്ട സ്ലീവിൻ്റെ സ്കെയില് ഉണ്ടല്ലോ, അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ആം ഹോൾ കർവ് വാങ്ങുക. ഇതും ഒരു 50 രൂപ റേഞ്ചിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരെണ്ണം വാങ്ങിച്ചു വയ്ക്കുക, വളരെ യൂസ്ഫുള്ളാണ്. നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് സാരി ബ്ലൗസിൻ്റെ ഡാർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്കെയിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെയിലിനെ കുറിച്ചും എനിക്ക് ഇതേ അഭിപ്രായം തന്നെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതും നമുക്ക് മീഡിയം ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാകും. സ്മോളുകാർക്കും വണ്ണം കൂടിയവർക്കും ഇതുകൊണ്ട് വലിയ ഉപകാരമില്ല. പിന്നെ നമുക്ക് എപ്പോഴും സാരി ബ്ലൗസ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൂള് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാമെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് വളരെ വ്യക്തമായിട്ട് വരച്ച് കട്ട് ചെയ്ത് തയ്ക്കലല്ലാതെ ടൂള് കൊണ്ടൊന്നും നമുക്ക് സാരി ബ്ലൗസ് വരയ്ക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്കൊരു സ്കെയിലും ഒരു ആം ഹോൾ കർവും ഉണ്ടെങ്കിൽ നമുക്ക്
നമ്മൾക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഈ 2 സാധനങ്ങൾ മാത്രമേ നമുക്ക് സാരി ബ്ലൗസിന് ടൂളായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ, അത് ഇത്രയും വലുത് വേണമെന്നില്ല, ചെറിയ സ്കെയിൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഒരു സ്കെയിലും ഈ ഒരു ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് സാരി ബ്ലൗസിൻ്റെ ഡാർട്ടും മറ്റു കാര്യങ്ങളും എല്ലാം വരയ്ക്കാം. നമുക്ക് വേണ്ടുന്നത് പെർഫെക്റ്റ് മെഷർമെൻ്റ് ആണ്. അതെങ്ങനെ വരയ്ക്കണം എന്നുള്ള അറിവാണ്. അല്ലാതെ ടൂളുണ്ട് എന്ന് വെച്ചിട്ട് നമുക്കതൊന്നും അങ്ങനെ വലിയ ഹെൽപ്ഫുൾ ആകില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഈ പറഞ്ഞതുപോലെയാണ്, കുറച്ച് പേർക്ക് ഉപകാരം ഉണ്ടാകും. കുറച്ച് പേർക്കൊക്കെ, അതായത് മീഡിയം ഈ ഒരു മെഷർമെൻറ്റിലൊക്കെ വരുന്ന ആൾക്കാർ, ഇതിനിടയിൽ ഒരു മെഷർമെൻറ്റിൽ വരുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റും ഹൊറിസോണ്ടലും വേർട്ടിക്കലും ലൈൻസൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് വേണമെങ്കിൽ എളുപ്പമുണ്ട് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ട്, അത്രയ്ക്കും നമുക്ക് അത്യാവശ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇത് സ്മോളുകാർക്കും എക്സലുകാർക്കും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന മീഡിയംകാർക്ക്, ലാർജുകാർക്കും ഓക്കെ. അപ്പം മീഡിയംകാർക്കൊക്കെ ചിലപ്പോൾ ഇത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നമുക്ക് ലെവലിംഗ് കിട്ടും. അതൊരു കാര്യമുണ്ട്. ഇങ്ങനെ ലെവലിംഗ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. മീഡിയംകാർക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ലെവലിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് നമുക്കിതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന അത്ര ഉപയോഗമൊന്നും നമുക്കില്ല. നമുക്കിങ്ങനെ ഒരു ലെവലിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് ചെയ്യുന്നത് കൊണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സാരി ബ്ലൗസിന് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. നമുക്ക് സാരി ബ്ലൗസിന് നമുക്ക് ഈ ഒരു ആം ഹോൾ കർവ്, ഒരു ചെറിയൊരു സ്കെയിലും ഉണ്ടെങ്കിൽ നമുക്ക് സാരി ബ്ലൗസ് വരയ്ക്കാൻ അറിയാം, മെഷർമെൻ്റ് എടുത്ത് അത് കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ വേറൊരു അഡീഷണൽ ടൂളിൻ്റെ ഒരു ആവശ്യവും നമുക്ക് ഇല്ല. ഇനി നമുക്കിങ്ങനെ ഒരു സ്കെയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ തടി സ്കെയിലും ഒക്കെ ഉണ്ടാവും. ഇത് ഒരു സൈഡ് സ്ട്രെയിറ്റ് ആണ്, ഒരു സൈഡ് ഇങ്ങനെ ഒരു കേർവ് ഷേപ്പും വന്നിട്ടുണ്ട്. അപ്പം ഇതും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. കാര്യം എന്താ, നമുക്കൊരു സ്ട്രെയിറ്റ് സ്കെയിൽ ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു സ്കെയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ലോങ് സ്കെയിൽ, പ്രത്യേകിച്ച് കുർത്തിക്കും എല്ലാത്തിനും, നൈറ്റിക്കും എല്ലാത്തിനും നമുക്ക് ഇങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്കെയിൽ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വശത്ത് സ്ട്രെയിറ്റ് ആയിട്ടും വരയ്ക്കാം. പിന്നെ ഈ സൈഡിൽ കുറച്ച് കർവൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കേർവ് ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം. സൈഡിലായാലും മാറ്റി തിരിച്ചുമൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കാകെ ടൂളുകളായിട്ട് അത്യാവശ്യം വേണ്ടുന്ന 2 ടൂളുകൾ, ഒന്ന് ഇതുപോലൊരു ലോങ് സ്കെയിലും ഈ ഒരു ആം ഹോൾ കർവുമാണ്. എനിക്ക് ഇത്രയും ടൂളുകളുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഉപകാരമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ ഇത് രണ്ടുമാണ് സ്കെയിലുകളിൽ. അല്ലാതെ ഒരുപാട് സ്കെയിലുകളൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ സ്കെയിലുകളുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കട്ടിങ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ മെഷർമെൻ്റ് എടുത്ത് കൃത്യമായ മെഷർമെൻറ്റിൽ വരച്ച് തന്നെ ചെയ്യണം നമുക്ക്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് എടുക്കുന്നതിന് തുല്യമായി പോകും. നമ്മളൊരു ഫിക്സഡ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് മെഷർമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ്സ് ഒന്നും, ഒരു എളുപ്പമോ അങ്ങനെയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വാങ്ങുക, നമുക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പക്ഷെ നമുക്ക് ജനറലി എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേസമയം ഈ ആം ഹോൾ കർവ് ആണെങ്കിലും ഈ സ്കെയിലാണെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാം. ആം ഹോൾ കർവൊക്കെ ഏത് ലാർജോ സ്മോളോ എക്സലോ ഡബിൾ എക്സലോ അങ്ങനെ യാതൊന്നുമില്ല. ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഇല്ല. ഇതിങ്ങനെ ഒരു കേർവ് ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റിയും തിരിച്ചും വെച്ച് നമുക്ക് ആ കർവ് വരച്ചെടുക്കാൻ സാധിക്കും. അത്തരം ഉപയോഗമുള്ള ഒന്നും ഞാൻ ഈ മറ്റു സ്കെയിലുകളിൽ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. നമുക്ക് കുറച്ചൊക്കെ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു.